ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. അതായത് മെയ് 24-ാം തീയതി. വിനുവിനാണെന്നുണ്ടെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്ന കറക്റ്റ് 12 മണിക്ക് തന്നെ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ട് വിഷ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ ആണെന്നുണ്ടെങ്കിൽ അവൻ എപ്പോഴാ വരാ നോക്കിയിരിക്കുവായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ നമ്മുടെ വെല്ലുമിച്ചുണ്ടായതുകൊണ്ട് അവർ രാവിലെ തന്നെ മുറ്റടിക്കലോ അടിച്ചു വാരലൊക്കെയാണ്. ഞാൻ അതിന്റെ ഇടയിൽ ദോശയും ചമ്മന്തിക്കാരുണ്ടാക്കിയിട്ട് ആദ്യം അവർക്ക് കൊടുത്തിട്ട് പിന്നെ ഞാൻ പോയി കുളിച്ചിട്ടുണ്ടായിട്ടാ. കുളിയൊക്കെ കഴിഞ്ഞ് വിനുവിനെ നോക്കിയിരുന്നപ്പോൾ തന്നെ വിനു എത്തിയിട്ടുണ്ടായിട്ടാ. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇങ്ങനെ കേക്ക് മുറിക്കണമെന്നും സെലിബ്രേറ്റ് ചെയ്യണമെന്നും വലിയ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ പരിപാടിയും ചുരുക്കി കഴിക്കൂട്ടോ, ഞങ്ങൾ മാത്രമാക്കിയിട്ട്. വിനു വന്നപ്പോൾ തന്നെ എനിക്ക് കേക്കും ചോക്ലേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ചുട്ടാ. പിന്നെ അവന് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഫുൾ സ്ലീവിന്റെ ടീഷർട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ആദ്യം കൊടുത്തുട്ടോ. അവന് ഇഷ്ടപ്പെട്ട കടയിൽ തന്നെ മേടിച്ചു കൊടുത്തിന്റെ സന്തോഷമായിട്ട് കാണുന്നത്. അപ്പൊ തന്നെ ഞാൻ ഇടിപ്പിച്ച് നോക്കി കറക്റ്റ് എന്നൊക്കെ നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവന് വെച്ചിട്ടുള്ള സർപ്രൈസ് ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുത്തേട്ടാ. എന്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, വിനുവിന്റെ പാരന്റ്സ് എവിടെ, അവരെന്താ വീഡിയോയിൽ കാണിക്കാത്ത, അവർ നിങ്ങളെ കൂടെ ഇല്ലേ, നിങ്ങൾ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്, അവരോട് വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ കമന്റ് എനിക്ക് വരാറുണ്ട്. അതിനുള്ള ഉത്തരമാണ് ഈ ഒരു ഗിഫ്റ്റ്. വിനുവിന്റെ പാരന്റ്സ് അതായത് അവന്റെ അച്ഛനും അമ്മയും മരിച്ചിട്ട് ഇപ്പൊ 9-10 കൊല്ലമായിട്ടാണ്. ഞാൻ ഇതുവരെയ്ക്കും അവരെ കണ്ടിട്ടില്ല കേട്ടോ നേരിട്ട്. അതുപോലെ തന്നെ വിനു ഒറ്റ മോനായതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉള്ളത് വീട്ടിൽ. വെഡിങ് ഫോട്ടോയിൽ അവരെ കൂടി ആഡ് ചെയ്തിട്ട് ഒരു ഫാമിലി ഫോട്ടോ ഉണ്ടാക്കണം എന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അത് നടന്നുട്ടാ. ഉച്ചയ്ക്ക് റീന ചേച്ചി, സിനിമാമനും സിൻചേച്ചി, യാമിക്കുട്ടി ഒക്കെ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റും കൂടി തന്നിട്ടുണ്ടായിട്ടാ. എനിക്ക് ഓൾറെഡി ചെറിയൊരു പനി ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പനി കൂടിയിട്ടുണ്ടായിട്ടാ. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലം വരെ പോകാനൊക്കെ പ്ലാൻ ഇട്ടതായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല പനി കൂടിയ കാരണം. പിന്നെ ഒരു 7:30 ആയപ്പോഴാണ് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. കുറച്ച് ഷോപ്പിംഗും പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതിന് മുന്നേ ഒരു ജ്യൂസ് കുടിച്ചിട്ടാവാന്ന് വിചാരിച്ചുട്ടാ. എന്റെ കണ്ണൊക്കെ ഇരിക്കണത് കണ്ടോ ഗൈസ്. അവിടുന്ന് പിന്നെ ഒരു സാൻഡ്വിച്ചും കൂടി കഴിച്ചിട്ടുണ്ടായിട്ടാ. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള മൂഡില്ലാത്ത കാരണം ഞാൻ ഷോപ്പിംഗിന്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ രാത്രി 10 മണിയായപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായേ. ഇറങ്ങി കൊല്ലത്തുള്ള ഏതോ ഒരു റെസ്റ്റോറന്റിലാണ് കയറിയിട്ടുണ്ടായേ. പച്ചമുളക് അറിയാണ്ട് കടിച്ചതിന്റെ എക്സ്പ്രഷൻ ആട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അവിടുന്ന് പിന്നെ ബീച്ചിൽ പോയിട്ട് പെനി ഐസ്ക്രീമും മേടിച്ച് നേരെ ആശമോളെ വീട്ടിലേക്കാണ് പോയത്. അവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഗിഫ്റ്റും മേടിച്ചിരിക്കുന്നു അവിടെ. അങ്ങനെ അതും മേടിച്ച് അവർക്ക് ടാറ്റ കൊടുത്ത് നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ അത്രയുള്ളൂ. ബൈ.